RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ്സ്. അതെ, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ 5 പൊസിഷനുള്ള 5 ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന ടോപ്പ് 5 ടീമുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ കളികളൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാം ജനുവരിയിലാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ജനുവരിയിലാണ് മത്സരങ്ങളൊക്കെ ബാക്കി. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ലീഗുകളുടെ അവസ്ഥ, ആരാണ് ചാമ്പ്യന്മാരാവാൻ പോകുന്നത് ഓരോ ലീഗിലും? ഈ ടോപ്പ് യൂറോപ്യൻ ലീഗും യൂറോപ്പിലെ ടോപ്പ് 5 ടോപ്പ് 5 അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ആരാണ് നേടാൻ ചാൻസുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ തിരുത്തലുകളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ആഴ്സണൽ ക്രിസ്മസ് ആയി കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് 4 കൊല്ലമായിട്ട് ക്രിസ്മസ് എത്തുമ്പോൾ ഇവര് ടോപ്പിലാണ്. അത് കഴിഞ്ഞാലാണ് ഇവർ പുറത്തിറങ്ങുക, താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പൊ ഉള്ളതിൽ 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 39 പോയിന്റുകളുമായിട്ടാണ് ആഴ്സണലുള്ളത്. 31 ഗോളുകൾ അടിച്ചപ്പോൾ 10 ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും അതിനനുസരിച്ചുള്ള അതെ, ഡിഫൻസിലെ ഒന്നും പറയണ്ട. ഡിഫൻസിലുള്ള ചങ്ങായിമാരൊക്കെ അമ്മാതിരി പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചാമ്പ്യൻസ് ലീഗ് നോക്കിയാൽ മനസ്സിലായി, ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോൾ അങ്ങനെ വഴങ്ങിയിട്ടുണ്ടോ, 1-2 ഗോൾ വഴങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അത് നമുക്ക് ലിസ്റ്റിലേക്ക് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ അടുത്താരാണ്? അടുത്ത മാൻ സിറ്റിയാണ്. മാൻ സിറ്റി 17 മത്സരം കളിച്ചപ്പോൾ 12 വിജയം, പിന്നെ ഒരു സമനില, 4 തോൽവികൾ മാത്രം. അതെ, 4 തോൽവി അടക്കം 37 പോയിന്റ് അല്ലെ. അവര് 41 ഗോൾ അടിച്ചപ്പോൾ 16 ഗോൾ വഴങ്ങിയിട്ടുള്ളൂ. അതെ, 16 ഗോൾ വഴങ്ങിയിട്ടുള്ളതല്ല, 41 ഗോൾ അടിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് അവരിപ്പോ നിൽക്കുന്നത്. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഇവര് 37 പോയിന്റിലാണ്. അതെ, 37 പോയിന്റുമായിട്ട് 2 സ്ഥാനത്ത്. 2 പോയിന്റ് വ്യത്യാസമുള്ളൂ അല്ലേ? 2 പോയിന്റ്. അതാണ് ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവസാനമായിട്ട് ആസ്റ്റൺ വില്ലയായിട്ട് പരാജയപ്പെട്ട ശേഷമാണ് ഈ ഒരു പോയിന്റ് ടോപ്പ് ഇത്ര ആയത് സിറ്റി ആയിട്ട്. 3ാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ലയാണ്. 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 11 വിജയവും 3 സമനിലയും 3 തോൽവി അടക്കം 36 പോയിന്റുമായിട്ട് 27 ഗോളുകൾ അടിച്ചപ്പോൾ 18 ഗോളുകളാണ് ഇവർ വഴങ്ങിയിട്ടുള്ളത്. അപ്പോ ഇന്നലത്തെ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ ഒരു ഗോൾ ഡിഫറൻറ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആഴ്സണലായിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ 3 ഗോളിന്റെ ഡിഫറൻറ്റ് ആണ്. അതേപോലെ സിറ്റി ആയിട്ട് ഒരൊറ്റ ഗോളിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ ആസ്റ്റൺ വില്ല. ഈ നോക്കുകയാണെങ്കിൽ 11 കളി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ടുണ്ട് അവര്. ഈ അവസാന മത്സരങ്ങൾ ഇപ്പോൾ 11 മത്സരങ്ങളിൽ എമിറിയുടെ ആസ്റ്റൺ വില്ല 11 മത്സരങ്ങൾ വിജയിച്ചിട്ട് സ്ട്രൈറ്റ് 11 മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് അവര് തോൽവി അറിഞ്ഞിട്ടില്ല. ഇത് തന്നെ ലീഗ് ബുണ്ടസ് ലീഗിൽ അവര് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത് നോക്കണെങ്കിൽ 4ാം സ്ഥാനത്ത് ചെൽസിയാണ്. ചെൽസി 17 മത്സരങ്ങൾ കളിച്ചപ്പോൾ 8 വിജയം, 5 സമനില, 4 തോൽവികളിലൂടെ 29 പോയിന്റ്സിൽ 29 ഗോൾ അടിച്ചപ്പോൾ 17 ഗോൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ചെൽസിയുടെ കാര്യം അത്ര സേഫ് അല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ തൊട്ടുപുറകെ തന്നെ ലിവർപൂൾ 17 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 2 സമനിലയും 6 തോൽവി അടക്കം 29 പോയിന്റ്. സെയിം പോയിന്റ് ആണ്. ഗോൾ ശരാശരിയിലാണ് അവര് മുകളിൽ നിൽക്കുന്നത്, താഴെ നിൽക്കുന്നത്. അങ്ങനെ 5 സ്ഥാനക്കാരെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആരായിരിക്കും പ്രാവശ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ പോകുന്നത് എന്ന് പറയാനായിട്ടില്ല. കാരണം സിറ്റി നല്ല പെർഫോമൻസ്, ആഴ്സണൽ ഇവരൊക്കെ 1-2 പോയിന്റിന് വ്യത്യാസമുള്ളൂ. ഞാൻ പറയുന്നു പ്രാവശ്യം ആഴ്സണൽ അടിക്കും. ആഴ്സണൽ അടിച്ചില്ലെങ്കിൽ ആസ്റ്റൺ വില്ല അടിക്കുക, അല്ലെങ്കിൽ സണ്ടർലാൻഡ് അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സണ്ടർലാൻഡ് 6ാം സ്ഥാനത്ത്. അത് 6ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിന്റ് എത്രയും നോക്കി, 26 പോയിന്റ് ഉള്ളൂ. അതെ, 10 പോയിന്റിന്റെ 10-12 പോയിന്റിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ 1ാം സ്ഥാനക്കാരായിട്ട്. അതൊന്നും വിഷയമല്ല. അത് ലീഗിൽ 17 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇനിയും 21 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ എന്താണ് സിറ്റി, ആഴ്സണൽ അല്ലെങ്കിൽ ചെൽസി, സണ്ടർലാൻഡ്. ഇനിയിപ്പോ അങ്ങനെയല്ല പറയണ്ടേ, ഒരു ടീം അടിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ആഴ്സണൽ അടിക്കുന്നു പ്രാവശ്യം. സിറ്റി അടിക്കും. ഓക്കെ, സിറ്റി ആഴ്സണൽ. അപ്പൊ നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ കൂടെയാണോ റൈഹാന്റെ കൂടെയാണെന്നുള്ളത് പറയട്ടോ. സിറ്റി ജയിക്കുക, ആഴ്സണൽ ജയിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം. എന്താ അറിയോ, ആഴ്സണൽ എപ്പോഴും ഫസ്റ്റ് നിൽക്കും. അതൊക്കെ ശരിയാണ്. പ്രാവശ്യം അവർ അടിച്ചിരിക്കും. അതിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആഴ്സണൽ കപ്പ് നമുക്ക് പറഞ്ഞ പോലെ അത് ഉറപ്പാണ്. എന്താ പറയുക, കഴിഞ്ഞ സീസണിൽ RCB കപ്പ് അടിച്ചിട്ടുണ്ട്. അതേപോലെ കുറെ കഴിഞ്ഞ സീസണിൽ കുറെ ഇങ്ങനെ കാത്തിരിപ്പുകളുടെ, അതേപോലെ നമ്മുടെ PSG ചാമ്പ്യൻസ് ലീഗ് അടിച്ചത്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ആഴ്സണൽ കപ്പും കൊണ്ടേ പോകുള്ളൂ. നമ്മളല്ല, ഞാൻ ആഴ്സണൽ ഫാൻ ഒന്നല്ല, പക്ഷെ എന്നാലും പറയുന്നത് ആഴ്സണൽ കപ്പടിക്കുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ സീസണിലും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവര് കഴിഞ്ഞ സീസണിൽ കൊളാക്കി. അപ്പോ നമുക്ക് അടുത്ത ലീഗിൽ പോയി കഴിഞ്ഞാൽ ലീഗയിൽ നോക്കണമെങ്കിൽ ആദ്യ സ്ഥാനത്തിലുള്ള ബാർസലോണയാണ്. 18 മത്സരം കളിച്ചപ്പോൾ 15 വിജയവും 1 സമനില, 2 തോൽവികൾ.
ഇതില് 46 പോയിന്റ് എടുത്തിട്ടുണ്ട്, 51 ഗോൾ അടിച്ചപ്പോ 20 ഗോൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ. അതെ, ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ബാഴ്സലോണ ആയിരിക്കും 51 ഗോളുകൾ. എല്ലാ ലീഗുകൾ നോക്കുമ്പോൾ, യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ നോക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡാണ് 18 മത്സരം കംപ്ലീറ്റ് ചെയ്ത് 13 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 42 പോയിന്റുമായിട്ട് 36 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് വ്യത്യാസം. എൽ ക്ലാസിക്കോ എൽ ക്ലാസിക്കോയില് റയൽ ജയിച്ചു, പിന്നെ 2-3 റയല് 3 സമനില ആയിട്ടുണ്ടായിരുന്നു, ഒരു തോൽവി, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ റയലിനുണ്ടായിരുന്നു. ഇപ്പോഴും റയലിന്റെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. വിനീഷ്യസിനെ ലാസ്റ്റ് മത്സരത്തിൽ കാണികൾ കൂകിയിട്ടാണ് വിട്ടാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. എന്നാൽ വിനീഷ്യസ് 17 മത്സരങ്ങളായി ആർത്തോ ഗുലാറും വിനീഷ്യസ് ഒക്കെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ, ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് വിനീഷ്യസ് 17 മത്സരങ്ങളായിരുന്നു. റോഡ്രിഗോ ശേഷമാണ് ഇപ്പൊ 1-2 ഗോളൊക്കെ അടിക്കാൻ തുടങ്ങിയത്. 30 മത്സരം ബെഞ്ചിലായിരുന്നു വിനീഷ്യസ്, 17 മത്സരം കളിച്ചിട്ട് വരെ. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അവിടെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞ പോലെ എംബാപ്പെ എങ്ങനെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഉള്ള ഈ ഒരു സീസണിൽ 2025 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോള് റയൽ മാഡ്രിഡിന് വേണ്ടി അടിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ അതേ ഒപ്പത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു സെലിബ്രേഷനും കഴിഞ്ഞിട്ടാണ് ഈ ചങ്ങായി അത് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ആളിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ അതിന്റെ കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് എംബാപ്പന്റെ കാര്യം നോക്കുന്ന സമയത്ത് ചങ്ങായി അടിപൊളിയായി കളിക്കുന്നുണ്ട്. വലിയ ഡയലോഗുകളില്ല, എമാലിനെ പോലെ ഇങ്ങനെ തൊള്ളയും കാര്യങ്ങളൊന്നും ഇല്ല. അടിക്കേണ്ട കുഴപ്പം എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചില ഗോളുകൾ അടിച്ച ശേഷം സെലിബ്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അതെന്താ പറഞ്ഞാല് ബാഴ്സന്റെ കൂടെ കുറെ കാര്യം നടക്കും. പക്ഷെ എന്നാലും എന്റെ ഒരു കൺസെപ്റ്റിൽ ആള് അടിപൊളി ഒരു ജെന്റിൽമാനായ മനുഷ്യനാണ്. എന്താ പറഞ്ഞാൽ ഒരുപാട് വീരവാദങ്ങളുള്ള ആള് വരുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പെനാൽറ്റി ബോക്സിൽ വീഴുക, അതൊക്കെ കാര്യമാണ്. അതൊക്കെ കളിയുടെ ഭാഗമാണ്. എന്താ റയലിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പരമാവധി അറ്റാക്ക് ചെയ്ത് പെനാൽറ്റി ബോക്സിനുള്ളിൽ ഗോൾ കംപ്ലീറ്റ് ചെയ്യുക, പെനാൽറ്റി വാങ്ങിക്കാം. അടുത്ത നോക്കണില്ല അത്ലറ്റികോ മാഡ്രിഡാണ്. അത്ലറ്റികോ മാഡ്രിഡ് 18 മത്സരം കളിച്ചപ്പോൾ 11 വിജയം, 4 സമനില, 3 തോൽവി, 33 ഗോൾ അടിച്ചപ്പോൾ 16 ഗോൾ വാങ്ങിയിട്ടുണ്ട്, 37 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഹൻസി ഫ്ലിക്ക് എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടു. അടുത്ത ശേഷം ചെൽസിയോട് ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെട്ട ശേഷം ഹൻസി ഫ്ലിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പുതിയൊരു ബാഴ്സലോണയെന്ന് പറഞ്ഞു. കണ്ടിന്യൂ ആയിട്ട് 7 മത്സരങ്ങളാണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത്. അതെ, അത് ബാഴ്സയുടെ മാത്രം കഴിവെന്ന് പറയില്ല, റയലിന്റെ കഴിവുകേട് എന്ന് പറയുന്നത്. എന്താ പറയുക, 3 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 8 മത്സരങ്ങളിൽ ഇങ്ങനെ ഒരു 2 വിജയം എന്താ നേടിയിട്ടുള്ള അവസാനത്തെ 8 മത്സരങ്ങൾ നടന്നതിൽ 2-3 വിജയം. ഇപ്പൊ ഒരു 3 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു വരുന്നുണ്ട്. 4ാം സ്ഥാനത്തുള്ള വില്ലേറിലാണ്. വില്ലേറിന്റെ കാര്യം ഈ സീസണിൽ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഒരു കടുത്ത എതിരാളികൾ തന്നെയാണ്. അവസാനം ബാഴ്സലോണ മത്സരത്തിൽ 2-0 പരാജയപ്പെട്ടൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവര് 10 പേരുമായിട്ട് ആ ഒരു ഫൗളിലൂടെ, എമീൽ യമാലിനെ ഫൗൾ ചെയ്യുന്നതിലൂടെ അവർ 10 പേരായിട്ട് ചുരുങ്ങേണ്ടി വന്നു. അതിലാണ് കളി ഇങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോൾ ബാഴ്സ നല്ല ഫൈറ്റ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ 15 മിനിറ്റിനുള്ള 3 ചാൻസാണ്. അത് നമ്മുടെ ജോൺ കാസി എന്ന ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ കാണായിരുന്നു ബാഴ്സയുടെ അവസ്ഥ. എമാതിരി ഡിഫൻസിലൊക്കെ എമാതിരി മോശം പ്രകടനമായിരുന്നു അറിയോ. ബോൾ ഡിഫൻസിൽ ഇപ്പൊ നിങ്ങൾക്ക് ആരും ഇല്ല. ബാളിന്റെ ഒരു ബോൾ കൊണ്ടിട്ട് മൈനസ് പാസ് കൊടുക്കേണ്ടവരും കൊടുക്കാതെ അത് വില്ലറിന്റെ സ്ട്രൈക്കറിന് കിട്ടിയിട്ട് അത് ഗോൾ അടിക്കുന്നത്, അതും സേവ് ചെയ്ത് ഗാസ് തന്നെയാണ്. അപ്പോ അത് നോക്കുകയാണെങ്കിൽ അവർ അതേപോലെ 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പൊ 11 വിജയവും 2 സമനിലയും 3 തോൽവി അടക്കം 35 പോയിന്റുമായിട്ടാണ് 3ാം സ്ഥാനത്തുള്ളത്. 4ാം സ്ഥാനത്തുള്ളത്. അവര് 3ാം സ്ഥാനവും 2ാം സ്ഥാനവും എത്താൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ 5ാം സ്ഥാനത്തേക്ക് കിടക്കുകയാണെങ്കിൽ 5ാം സ്ഥാനത്ത് കിടക്കുകയാണെങ്കിൽ എസ്പാനിയോളാണ്. എസ്പാനിയോൾ 16 മത്സരം കളിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇനി ഒരു മത്സരം 2 മത്സരം ബാക്കിയുണ്ട്. 2 മത്സരം ബാക്കിയുള്ളപ്പോൾ 9 വിജയം, 3 സമനില, 4 തോൽവികളോടെ 20 ഗോൾ അടിച്ചിട്ട് 16 ഗോൾ വാങ്ങിയിട്ടുണ്ട് ഇവര്. പിന്നെ ഇവർക്ക് 30 പോയിന്റ് ഉണ്ട്. 30 പോയിന്റ് ആയിട്ട് എസ്പാനിയോളാണ് 5ാം സ്ഥാനത്ത്. അപ്പോ ഇവിടെ ആരടിക്കും? ലാലീഗിൽ ആരടിക്കും? ലാലീഗയില് നിങ്ങൾ പറ. അത് ഇട്ട് കൊടുക്കില്ലല്ലോ. ലാലീഗ് നമുക്കുള്ള അത് ഞാന് റയല് ബാർസ എന്ന് ചോദിക്കണെങ്കിൽ ബാർസ തന്നെ പറയും. കാരണം റയല് ഈ വൺ മാൻ ഷോ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ വിനീഷ്യസിനും റോഡ്രിഗോക്കൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. കോച്ചായിട്ടുള്ളത്, സാവി ആയിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്തായിട്ട് വാർത്താ സമ്മേളനത്തിൽ വിനീഷ്യസിനെയും അതേപോലെ റോഡ്രിഗോക്കെ ഭയങ്കരമായിട്ട് പൊക്കായിരുന്നു സാവി. എന്താ കാരണം എന്ന് പറഞ്ഞാല് സാവിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ പ്ലേയേഴ്സിനെയൊക്കെ ആളുടെ പരിപാടി എടുത്തിട്ട് കാര്യമില്ല, പ്ലേയേഴ്സിനെ നോക്കണം. പക്ഷെ പ്ലേയേഴ്സ് ആരും തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഒരാളും ഭാഷയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ലെവൻഡോസ്കി ഗോളിനെക്കാളും ഫെറാൻ ടോറസാണ് ഗോൾ സ്കോർ ചെയ്തത്. അതേപോലെ യമാൽ സ്കോർ ചെയ്യുന്നുണ്ട്, റഫീന സ്കോർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡിലെ എംബാപ്പെ
എംബാപ്പയും പെനാൾട്ടി ഇല്ലെങ്കിൽ അതേപോലെ കോർട്ടോയും ഇവര് മൂന്നാളുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ഈ സീസണിൽ പിന്നെ ഇപ്പൊ ഡിഫൻസ് വെച്ച ലൈനപ്പ് ഉണ്ടാക്കുക. അത്രയും പേര് ഡിഫൻസ് ഇഞ്ചുറി ആണ്, ഒരുപാട് പേര് ഇഞ്ചുറി ഉണ്ട്. അതും ഒരു പ്രശ്നം തന്നെയാണെന്ന് പറയാം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ, ഗോൾ അടിക്കേണ്ട ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വിനീഷ്യസ് ഉണ്ട്, റോഡ്രി ഉണ്ട്, ബെല്ലിംഗ്ഹാം ഉണ്ട്, അതേപോലെ ആർദ ഗുലാർ ഉണ്ട്, മസ്താൻഡനോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും അതേപോലെ എൻട്രിക്കിന് ലോണിൽ ഏകദേശം കൺഫേം ആയിട്ട് ലിയോണിൽ കളിക്കാൻ വിടുക എന്നുള്ള കാര്യം. അപ്പൊ എൻട്രിക്ക് എന്തായാലും ഇവിടുന്ന് പോകുന്ന പറ്റുമോ? ഈ സീറ്റ് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് മുരടിച്ച് പോവാം. അവർക്ക് വേൾഡ് കപ്പ് വരാനുള്ളതാണ്. അവർക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ടാലന്റ് ആണ്. മസ്താൻഡനും ഇവിടുന്ന് പോകുന്നുള്ള ഒരു ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിപ്പോ ജനുവരി സെക്കൻഡ് ടീമിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ അതായത് നമുക്ക് നോക്കാം ഈ സീസണിൽ ആരായിരിക്കും ലാ ലീഗ് തൂക്കാൻ പോകുന്നത്. റയൽ മാഡ്രിഡ് ആണോ അതോ ബാഴ്സലോണ അതോ ഇവർ രണ്ടുപേരും മറികടന്ന് അത്ലറ്റിക്കോ മാഡ്രിഡോ വില്ലാരിലോ തൂക്കോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് ബുണ്ടസ് ലീഗിൽ കിടക്കാം. ബുണ്ടസ് ലീഗിൽ ആരാണ് ടോപ്പിലുള്ള ബയൺ മ്യൂണിച്ചാണ്. ബയൺ മ്യൂണിച്ചിനും സെക്കൻഡ് പ്ലേസിലുള്ള ടീമിനായിട്ട് 9 പോയിന്റ് വ്യത്യാസമുണ്ട്. അത് എപ്പോഴും ഈ ബയൺ മ്യൂണിക്ക് ബുണ്ടസ് ലീഗിലൊക്കെ അവിടെ പറഞ്ഞാൽ ഏകാധിപത്യമാണ്. അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ കുറെ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ബുണ്ടസ് ലീഗ് ഇങ്ങനെ കുറെ കാലം ഡോട്ട്മണ്ട് അടിക്കും, കുറെ കാലം ബയൺ മ്യൂണിക്ക് അടിക്കും. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുണ്ടസ് ലീഗിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ബാഴ്സലോണ ലാ ലീഗിൽ ബാഴ്സലോണ റയൽ മാഡ്രിഡും ബാഴ്സലോണ റയൽ മാഡ്രിഡ് അടിക്കൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വരും. അതേപോലെയാണ് ഇവിടെ അവസ്ഥ. ഇവിടെ ഡോട്ട്മണ്ട് ബയൺ മ്യൂണിച്ച് ഇടയ്ക്ക് ലെവർകൂസൻ സാവിന്റെ കീഴിൽ വന്നിട്ട് അടിച്ചു പോയതാണ്. ഒരു 2 സീസൺ മുമ്പായിരുന്നു. എന്നിട്ടാണ് സാവി ഓടിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള ഡോട്ട്മണ്ട് ആണ്. 15 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 5 സമനിലയും 1 തോൽവി അടക്കം 32 പോയിന്റുമായിട്ട് നല്ല ഗ്യാപ്പാണ്. 9 പോയിന്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. 26 ഗോളുകൾ അടിച്ചപ്പോൾ 12 ഗോളുകൾ അടിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ ലാ ലീഗിലെ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച് ബാഴ്സലോണ എന്ന് പറഞ്ഞപ്പോൾ ബാഴ്സലോണ അല്ല ബയൺ മ്യൂണിക്കാണ് 55 ഗോളുകൾ അടിച്ചിട്ട് 11 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗും ഇതും ബുണ്ടസ് ലീഗും അതേപോലെ ട്രിപ്പിൾ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്ലബ്ബ് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം ബയൺ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ആഴ്സണലിനെ ചിലപ്പോ എന്താന്ന് പറയാൻ വേണ്ടി സെമിഫൈനൽ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിലേക്ക് എത്തുമ്പോ അപ്പൊ മൂന്നാം സ്ഥാനത്ത് ആരാണ്? മൂന്നാം സ്ഥാനത്ത് നോക്കില്ലേ ബയൺ ലെവർകൂസൻ ആണുള്ളത്. ലെവർകൂസൻ വന്നിട്ട് 15 മത്സരം കളിച്ചപ്പോൾ 9 വിജയം 2 സമനില പിന്നെ 4 തോൽവികളിലൂടെ 29 പോയിന്റിൽ 33 ഗോൾ അടിച്ചപ്പോൾ 20 ഗോൾ വഴങ്ങിയിട്ടുണ്ട് ഇവര്. അതെ. അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ ലിപ്സിംഗ് ആണ്. 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 2 സമനിലയും 4 തോൽവി അടക്കം 29 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്താണ് ഉള്ളത്. 30 ഗോളുകൾ അടിച്ചപ്പോൾ 19 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ലൈപ്സിഗിനും ലെവർകൂസനും ഒരേ പോയിന്റ്. അതെ, ഒരേപോലെ ഗോൾ ശരാശരിയിലാണ് അവർ നിൽക്കുന്നത്. അവരടിച്ച ഗോളുകളും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഗോൾ ശരാശരിയിൽ അവർ മുകളിൽ നിൽക്കുന്നത്. അപ്പൊ 5ാം സ്ഥാനത്തുള്ളത് നോക്കുകയാണെങ്കിൽ ഹോംഫിൻ നോക്കുകയാണെങ്കിൽ 15 മത്സരം കളിച്ചപ്പോൾ 8 വിജയം 3 സമനില പിന്നെ 4 തോൽവികളിലൂടെ 29 ഗോൾ അടിച്ചിട്ട് അവര് 20 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. പിന്നെ എത്ര പോയിന്റ് നോക്കുകയാണെങ്കിൽ 27 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്തുള്ളത്. എനിക്ക് എന്തായാലും ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വേണം, അതിൽ യാതൊരു സംശയമില്ല. എന്താ പറഞ്ഞാൽ ഇനി മത്സരങ്ങൾ കുറച്ചുള്ള ഒരു 10, 16, 17 മത്സരങ്ങൾ ഉണ്ടാവും. അതും കൂടി കഴിയുമ്പോൾ ചില ബയണ് കപ്പടിക്കാല്. അത് ഈ ഫോമിലാണ് അവർ മിന്നും ഫോമിലാണ് നിൽക്കുന്നത്. ബയണ് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. അവർ 13 മത്സരങ്ങൾ 2 സമനിലയുള്ളൂ. തോറ്റിട്ടില്ല അവർ ഇതുവരെ. ഈ ബുണ്ടസ് ലീഗിൽ തോറ്റിട്ടില്ല. തോൽവി അറിയാത്ത ലീഗുകളിൽ തോൽവി അറിയാത്ത ഒരു ക്ലബ്ബാണ് ബയൺ മ്യൂണിക്ക്. ബയണിന് പക്ഷെ ഇവിടെ നോക്കണെങ്കിൽ കണ്ടൻഡേഴ്സ് ഇല്ല. അവർക്ക് ടഫ് ആയിട്ട് കൊടുക്കാൻ ഇവിടെ ബാർസയ്ക്ക് റയൽ ഉള്ളപ്പോ ബാർസയ്ക്ക് വിലറയൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അത്ലറ്റിക് പറഞ്ഞതുപോലെ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കണെങ്കിൽ ആരും ഇല്ല. ബയൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഡോട്ട്മണ്ട് ആണെങ്കിൽ ഇടയ്ക്ക് വരും, 5 വർഷം തൂക്കും, കപ്പ് വെക്കും, പിന്നെ കുറെ കാലത്ത് ഉണ്ടാവില്ല. എന്താ പറയുക, ഡോട്ട്മണ്ട് എന്നൊക്കെ പറയുന്ന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അവര് പ്ലേയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ലാമാസെ പോലെ ഉണ്ടാക്കിയിട്ട് അവര് ഹാളണ്ട്, ഒസ്മാൻ ടുംബല, ഉസ്മാൻക്കൊക്കെ അവിടെ നന്നാണ്. ബാഴ്സലോണയ്ക്ക് 120 മില്യൺ എന്തോ കൊടുത്തിട്ടാണ് അവരുണ്ടാക്കിയത്. അത് ചെറിയ 4 മില്യൺ എന്തോ സൈൻ ചെയ്തിട്ട് അത്രയും മില്യൺ വിറ്റതാ. അപ്പൊ അങ്ങനെ ബിസിനസ് പരമായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്ക് ലീഗ് 1ലേക്ക് വരാം. PSG രാജാക്കന്മാരായി வாழ்ന്നുകൊണ്ടിരിക്കുന്ന ലീഗ് 1ൽ 1ാം സ്ഥാനത്തുള്ളത് നിൽക്കുന്നത് ലിൻസ് ആണ്. 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 1 സമനിലയും 3 തോൽവി അടക്കം 37 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത് ലിൻസ് ആണുള്ളത്. 2ാം സ്ഥാനത്ത് ഈ ലീഗ് 1 രാജാക്കന്മാർ തന്നെ പറയണം. കാരണം ഇത്രയും പ്രാവശ്യം കപ്പ് കുക്കിണ്ട് ഇവര് നോക്കണെങ്കിൽ 16 മത്സരം കളിച്ചപ്പോൾ 11 വിജയം 3 സമനില പിന്നെ 2 തോൽവികളിലൂടെ ഇവര് 35 ഗോൾ അടിച്ചിട്ടുണ്ട്. 14 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. ഇവരുടെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റ് കുറവാണ്. 36 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത് മാർസെല്ലാണ്. 3ാം സ്ഥാനത്തുള്ളത് 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 2 സമനിലയും 4 തോൽവി അടക്കം അവര് 32 പോയിന്റുമായിട്ട് 36 ഗോളുകൾ അടിച്ചപ്പോൾ 15 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. അപ്പോ 4ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ലിലിയാണ്. ലിലി വന്നിട്ട് 16 മത്സരം കളിച്ചപ്പോൾ 10 വിജയം 2 സമനില 4 തോൽവികളിലൂടെ 33 ഗോൾ അടിച്ചപ്പോൾ 20 ഗോൾ വഴങ്ങിയിട്ടുണ്ട് ഇവര്. പിന്നെ 32 പോയിന്റുമായിട്ടുള്ളത്.
5ാം സ്ഥാനത്തുള്ള ലെയോൺ ആണ്. 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 3 സമനിലയും 5 തോൽവി അടക്കം 27 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ PSG ഫൈറ്റ് കൊടുത്ത് ലാസ്റ്റ് അവസാനം PSG ജയിക്കില്ല. പക്ഷെ ഈ സീസണിൽ ആര് ജയിക്കുന്നതാണ് തോന്നുന്നത്? എനിക്ക് PSG തന്നെയാണ് ഓപ്ഷൻ. എന്താണ് PSG തുടക്കം ഒന്ന് സ്ലോ ആയിട്ടുണ്ടെങ്കിലും PSG തന്നെയാണ് ചാൻസ്. എന്താണ് മറ്റേ ലീഗുകളിലൊക്കെ ടഫ് ആയിട്ട് കൊടുത്തിട്ട് ഈ ലീഗ് അല്ല, ഇത് എപ്പോഴും PSG ഒരു 5 പോയിന്റ് 10 പോയിന്റ് ഒക്കെ ലീഡ് ഉണ്ടാവും. പക്ഷെ ഇപ്പോ ഒരു 16 മത്സരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മത്സരങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. 23ഓളം മത്സരങ്ങൾ എങ്ങാനും ബാക്കി വരാനുണ്ട്. 23-24 മത്സരങ്ങൾ ബാക്കി വരാനുണ്ട്. അപ്പൊ അതൊക്കെ PSG കവർ ചെയ്തിട്ട് അടിക്കും. എന്താണ് ഇതിന്റെ? എനിക്ക് PSG തന്നെയാണ്. അപ്പൊ അവസാന ലീഗായ ആരും ശ്രദ്ധിക്കാതെ പോയിട്ട് ഇങ്ങനെ അവസാനമായിട്ട് നിൽക്കുന്ന ലീഗായ സിറിയ ലീഗ് വരാം. സിറിയയിലാണ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്ക്വാഡ് ടേബിൾ. ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ടഫ് കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് എല്ലാവരും പറയുന്ന പോലെ ലീഗ ടഫാണ്, EPL ടഫാണ്, ബുണ്ടസ്ലീഗ ടഫാണ്. ഇതൊന്നുമല്ല ടഫ്. നിങ്ങൾ സിറിയ നോക്ക്. സിറിയയുടെ ടേബിളിൽ ഇന്റർ മിലാനാണ് ആദ്യം നിൽക്കുന്നത്. ഇന്റർ മിലാൻ 15 മത്സരം കളിച്ചപ്പോൾ 11 വിജയം, 0 സമനില, 4 തോൽവികളിലൂടെ ഇവര് 33 പോയിന്റിൽ 34 ഗോൾ അടിച്ചപ്പോൾ 14 ഗോൾ വഴങ്ങിയിട്ടുണ്ട് ഇവര്. അതെ, 2ാം സ്ഥാനത്തുള്ളത് AC മിലാനാണ്. 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 വിജയവും 5 സമനിലയും 1 തോൽവി അടക്കം 32 പോയിന്റുമായിട്ട് 24 ഗോളുകൾ അടിച്ചപ്പോൾ 13 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ. ഒരൊറ്റ പോയിന്റ് 32-33. അടുത്ത ഒരു ടീമും അടുത്ത നെപ്പോളിക്ക് 1 പോയിന്റ് വ്യത്യാസമായിട്ട് 31 പോയിന്റിൽ 15 മത്സരം കളിച്ചിട്ടുണ്ട്. ഇവര് 10 വിജയം 1 സമനില 4 തോൽവികളിലൂടെ 22 ഗോൾ അടിച്ചപ്പോൾ 13 ഗോൾ വാങ്ങിയിട്ടുള്ളത്. 31 പോയിന്റുമായിട്ട്. അതന്നെ 31, 32, 33. നെപ്പോളി ഇന്നൊരു സംഭവം കൂടി നടത്തിയിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ കപ്പ് എടുത്തിട്ടുണ്ട് അവര്. ഇറ്റാലിയൻ ലീഗിലെ ഇറ്റാലിയൻ കപ്പ് അവര് തൂക്കിയിട്ടുണ്ട് ഇന്ന്. അതെ, അത് സെമിഫൈനലില് ഇന്റർമിലാനെ AC മിലാനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ വന്നത്. അങ്ങനെ 2-0 ഇന്നലെ വിജയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ വിജയിച്ചിട്ട് അവർ ട്രോഫി എടുത്തിട്ടുണ്ട്. അടുത്തത് റോമയാണ്. 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 0 സമനിലയും 6 തോൽവി അടക്കം 30 പോയിന്റുമായിട്ട് റോമ 17 ഗോളുകൾ അടിച്ചപ്പോൾ 10 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ യുവന്റസ് ആണ്. 5ാം സ്ഥാനത്തുള്ള യുവന്റസ് ആണ്. യുവന്റസ് 29 പോയിന്റ് നേടിയിട്ടുണ്ട്. 16 മത്സരത്തിൽ യുവന്റസ് 29 പോയിന്റ് നേടിയിട്ടുണ്ട്. 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 8 വിജയവും 5 സമനിലയും 3 തോൽവി അടക്കം 29 പോയിന്റ് നേടിയിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ 29, 30, 31, 32, 33 5 സ്ഥാനക്കാരായിട്ടുള്ള വ്യത്യാസം നോക്കണം കേട്ടോ. അപ്പോ ഏതാണ് ലീഗുകളിൽ ഇപ്പോ ഏറ്റവും ടഫ് കോമ്പറ്റീഷൻ? ഇത് മാത്രമല്ല, ഈ 5 സ്ഥാനങ്ങൾ നോക്കണ്ട. 6ാം സ്ഥാനത്തുള്ളവര് 25 പോയിന്റ് ആണ്. 7ാം സ്ഥാനത്ത് 23, 22, 20 അങ്ങനെ 21, 20 സ്ഥാനത്തിന് 13 സ്ഥാനമാണ് 20 തുടങ്ങുന്നത്. 20 തുടങ്ങിയിട്ട് ടോപ്പ് 5 ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ടീം 33 പോയിന്റ് ആണ്. റെലഗേഷൻ സോണിൽ നോക്കണെങ്കിൽ വരെ 9, 11, 12 പോയിന്റുകളിൽ. അതൊക്കെ ഓക്കെ. പക്ഷെ ഈ ഒരു 13ാം സ്ഥാനം മുതലാണ് അങ്ങോട്ട് കോമ്പറ്റീഷൻ വരുന്നത്. 20, 21, 22, 23, 24, പിന്നെ 29, പിന്നെ 30, 31, 32 ഇങ്ങനെ വരുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടോപ്പ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലീഗ് തന്നെയാണ്. അപ്പൊ സിറിയ എന്താണ് ഇത്രമാത്രം ടഫ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2015 മുതൽ 2020 വരെ കണ്ടിന്യൂസ് ആയിട്ട് ജുവന്റസ് 6 കപ്പ് നേടിയിട്ട് അതിനുശേഷം ഓരോ സീസണിലും ഓരോ ചാമ്പ്യന്മാരാണ്. ഇന്റർ മിലാന് 2020-21 ഇന്റർ മിലാനായിരുന്നു, 2021-22 AC മിലാനായിരുന്നു, 2022-23 നെപ്പോളി ആയിരുന്നു, 2023-24 വീണ്ടും ഇന്റർ മിലാനായിരുന്നു. അപ്പോൾ ഓരോ സീസണിലും ഇങ്ങനെ ചാമ്പ്യന്മാരൊക്കെ ജുവന്റസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര പുറകിലാണ് നിൽക്കുന്നത്. ജുവന്റസ് ഒരു സീസണിൽ സിറിയയെ അടക്കി വാഴുന്നവരാണ്. അതേപോലെ ഇന്റർ മിലാനും AC മിലാനൊക്കെ ഒരു കാലത്ത് 4-5 ട്രോഫികൾ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോ അതുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ലീഗായിട്ട് മാറിയിരിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് പേര് അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ടഫ് ഫൈറ്റുകളും അതേപോലെ ടഫ് കോമ്പറ്റീഷനും കാര്യങ്ങളും കൊടുക്കുന്നത് ഈ ഒരു സിറിയ തന്നെയാണ്. സിറിയയില് എന്റെ ഒരു കാഴ്ചപ്പാടില് നെപ്പോളി. അയ്യോ, ഞാൻ ഇന്റർ മിലാൻ അല്ലെങ്കിൽ AC. എന്റെ ഒരു കാഴ്ചപ്പാടില് നെപ്പോളിയാണ് ഇപ്രാവശ്യം ചാൻസ് ജയിക്കാനുള്ളത്. വേറെ ഇന്റർ മിലാൻ AC മിലാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നെപ്പോളി. എന്താ പറയുക, നെപ്പോളി അവര് അവിടുത്തെ ലീഗ് കപ്പ് അടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി വരാൻ പോകുന്നത് അവർക്കുള്ളത് ഈ ഒരു ലീഗാണ്. അപ്പോൾ അവര് കുറച്ച് ഫൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നേടാൻ ചാൻസ് ഉണ്ട്. അത് മറികടന്ന് ഇന്റർ മിലാൻ AC മിലാൻ ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഒന്നും വിഷയമല്ല. ഇവരൊരു 5 സ്ഥാനത്തുള്ളവർക്ക് ആർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ജുവന്റസിന് വേണമെങ്കിൽ മുകളിലേക്ക് കയറി വരാം. ഒന്നും വിഷയമല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്താണ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്തെടുക്കാം. ചാമ്പ്യൻസ് ലീഗ് ആദ്യം നോക്കണേ ആർസനൽ 6 മത്സരം കളിച്ചു, 6 മത്സരം വിജയിച്ചു, ഒരു തോൽവിയും അറിഞ്ഞിട്ട് ഇതുവരെ. ഇവര് നോക്കണേ 17 ഗോൾ അടിച്ചപ്പോ 1 ഗോൾ വഴങ്ങിയിട്ടുള്ളത്. 1 ഗോൾ അവസാനം നടന്നൊരു മത്സരത്തിലാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. 18 പോയിന്റ് ഉണ്ട് ഇവർക്ക്. 2ാം സ്ഥാനത്തുള്ളത് ബയൺ മ്യൂണിക്കാണ്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 വിജയവും 1 തോൽവി അടക്കം. ബയൺ മ്യൂണിക്കാണ് ഗോൾ അടിച്ച് ഇവർക്കെതിരെ.
അവര് 15 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്താണ് ഉള്ളത്. 18 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ PSG ആണ്. PSG 3ാം സ്ഥാനത്തിൽ 13 പോയിന്റുമായിട്ട് 6 മത്സരം കളിച്ചപ്പോൾ 4 വിജയം, പിന്നെ ഒരു തോൽവി, ഒരു സമനില. 13 പോയിന്റുമായിട്ട് PSG ആണ് 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആണ് 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും, ഒരു സമനിലയും, ഒരു തോൽവി അടക്കം അവര് 13 പോയിന്റുമായിട്ട് PSG ആയിട്ടുള്ള സെയിം പോയിന്റ് ആണ്. പക്ഷെ ഗോൾ ശരാശരിയിൽ അവർ മുന്നിലാണ് നിൽക്കുന്നത്. 5ാം സ്ഥാനം നോക്കുന്നത് ആറ്റ്ലാന്റയാണ്. ആറ്റ്ലാന്റ 6 മത്സരം കളിച്ചപ്പോൾ 4 മത്സരം 4 വിജയിച്ചു, ഒരു സമനില, ഒരു തോൽവി. 8 ഗോൾ അടിച്ചപ്പോൾ 6 ഗോൾ വാങ്ങിയിട്ടുണ്ട്. ഇവർക്കും 13 പോയിന്റാണ്. അപ്പോ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ഇപ്രാവശ്യം? ചാമ്പ്യൻസ് ലീഗ് പറയാൻ പറ്റില്ല, കാരണം ഒരു 16 അല്ല ക്വാർട്ടർ വന്നാ പറയാം. കാരണം എന്നാലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചാൽ ബയൺ അടിക്കാൻ സാധ്യത, സിറ്റി, ആർസണൽ. ഇനിയിപ്പോ എല്ലാ ടീമിനും പറഞ്ഞിട്ട് നീ നല്ല ആളാട്ടോ, എല്ലാ ടീമിനും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു ടീമിനെ ഞാൻ പറയുന്നു പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബയൺ തന്നെയാണ്. ബയൺ അല്ലെങ്കിൽ പിന്നെ ആർസണൽ. എനിക്ക് ഇഷ്ടമില്ലാത്ത ടീമാണ്, ബയണിനോട് അത്ര വലിയ താല്പര്യമില്ലാത്ത ടീമാണ്. പക്ഷെ എന്നാലും അവരുടെ ഇപ്രാവശ്യത്തെ കളി കാണുമ്പോൾ അവർ കപ്പടിക്കുന്ന ഒരു തോന്നലുണ്ട്. അപ്പൊ യൂറോപ്പിലെ 5 ലീഗുകൾ ആരൊക്കെ വിജയിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ ആരായിരിക്കും വിജയിക്കുക, അല്ലെങ്കിൽ സെമിഫൈനൽ വരുന്ന 4 ടീമുകളെ കുറിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക.